എലിയാവും എലീശയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അറിയാമോ? ഏലിയാവ് എവിടെ പോയാലും എലീശ കൂടെ പോകും. എന്തിനാണ് കൂടെ പോകുന്നത്? സഹായിക്കുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ. ചില എലീശമാർ കൂടെ പോയാൽ സഹായമല്ല, ഉപദ്രവമായിരിക്കും ഉണ്ടാവുക. നിങ്ങളെന്ന് പറയുന്ന എലീശ ഒരു പ്രവാചകന്റെ കൂടെ പോയാൽ സഹായമുണ്ടാകുമോ, ഉപദ്രവം ഉണ്ടാകുമോ? അഭിഷിക്തർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്, സഹായമാകണം. എലീശ ഉപദ്രവമില്ല, സഹായമാണ്. ചിലരുടെ നാക്ക് ഭയങ്കര ഉപദ്രവമാണ്, ചിലരുടെ നാക്ക് ഭയങ്കര ശല്യമാണ്. തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. അവരെവിടെ പോയാലും ഒരു കലക്കമുണ്ടാകും. ഒരു വീട്ടിൽ പോയാൽ വീട്ടിൻ്റെ സമാധാനം പോകും. ഒരു കൂട്ടത്തിൽ പോയാൽ ആ കൂട്ടത്തിൽ കലക്കമുണ്ടാകും, കൂട്ടത്തിലെ സമാധാനം പോകും. അണ്ടർഗ്രൗണ്ട് വഴി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. ചില ആളുകൾ അങ്ങനെയാണ്. ആരാധിച്ചാലും അങ്ങനെ ഇരിക്കുമോ? ചിലർ അങ്ങനെ തന്നെ ഇരിക്കും. ചിലരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കും, ചിലർ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം മാത്രം അനുഭവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ആർക്ക് കിട്ടും? കൊലപാതകിയായാലും കിട്ടും. ദാവീദിനെ കൊല്ലാൻ പോകുന്ന ശൗലിൻ്റെ മേലും പ്രവചിക്കുവാണ്ടക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് വന്നിറങ്ങി. ആ ശൗലും പ്രവചിച്ചു, പക്ഷേ മാനസാന്തരമില്ലാത്ത ശൗലാണ്, സമർപ്പണമില്ലാത്ത ശൗലാണ്. പ്രവചിക്കുന്നു എന്ന് പറഞ്ഞോ, ഭൂതങ്ങൾ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞോ, രോഗങ്ങൾ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞോ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞോ ഒരു മനുഷ്യനെ വിലയിരുത്താൻ പറ്റില്ല.